ക്യാൻസർ ഇപ്പോൾ വളരെ സാധാരണമായൊരു രോഗമാണ്. ചികിത്സയും ഒഴിവാക്കാനാവില്ല. ക്യാൻസർ ചികിത്സയ്ക്ക് പാർശ്വഫലങ്ങളുണ്ടോ? എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷോർട്ട് ടേം സൈഡ് എഫക്ട്സും ലോങ് ടേം സൈഡ് എഫക്ട്സും ഉണ്ട്. ഷോർട്ട് ടേം എന്ന് പറയുന്നത് നമ്മൾ ചികിത്സയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ്. നമ്മൾ പറയുന്നത് ക്ഷീണം, ഛർദി, ഓർക്കാനം, വാവൊട്ടുക, മുടി കൊഴിച്ചിൽ, ഇതെല്ലാം ഷോർട്ട് ടേം സൈഡ് എഫക്ട്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ക്ഷീണത്തിനും ഓർക്കാനത്തിനും ഛർദിക്കും വാവൊട്ടിനും എല്ലാം നമുക്ക് അതിനുള്ള മരുന്നുകളുണ്ട്, സപ്പോർട്ടീവ് മെഡിസിൻസ് ഉണ്ട്. അത് ഉപയോഗിക്കുക. ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും. മുടി കൊഴിച്ചിൽ നമുക്ക് യൂഷ്വലി നമുക്ക് കീമോതെറാപ്പി കഴിഞ്ഞിട്ട് ഒരു ഫ്യൂ മന്ത്സ് കഴിഞ്ഞതിന് ശേഷം അത് വീണ്ടും മുടി കിളിർക്കുന്നതാണ്. അപ്പോൾ ഈ ലോങ് ടേം സൈഡ് എഫക്ട്സ് ഒക്കെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നത് നമ്മുടെ കുട്ടികളിലെ ക്യാൻസർ ചികിത്സയിലാണ്. ചൈൽഡ്ഹുഡ് ക്യാൻസർ സർവൈവേഴ്സിലാണ് നമ്മൾ ഈ ലോങ് ടേം സൈഡ് എഫക്ട്സ് കൂടുതലായിട്ട് നമുക്ക് പ്രാധാന്യം വരുന്നത്. എസ്പെഷ്യലി ലേണിംഗ് ഡിഫിക്കൽട്ടീസ് വരാം, ലേണിംഗ് ഡിസബിലിറ്റീസ് വരാം, അവരുടെ തൈറോയിഡിനെ ബാധിക്കാം, ഹോർമോൺ ലെവൽ വ്യതിയാനങ്ങൾ വരാം, ഹാർട്ടിനെ ബാധിക്കാം, ലങ്സിനെ ബാധിക്കാം. ഇതെല്ലാം കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മൾ അത് മാനിഫെസ്റ്റ് ചെയ്യുക. റെഗുലറായിട്ട് ട്രീറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ ഈ ചെക്കപ്പിലിരിക്കണം. അപ്പോൾ ചെക്കപ്പിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്ന് ക്യാൻസർ തിരിച്ചു വരുന്നുണ്ടോ ഇല്ലയോ നോക്കുക, രണ്ടാമത് ഈ ലോങ് ടേം സൈഡ് എഫക്ട്സ് വല്ലതും ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ടും. ഇൻ കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. നമ്മൾ ഏതൊരു ചികിത്സയിലും അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെയാണ് കീമോതെറാപ്പിക്കും അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ട്. ഈ പറഞ്ഞ ഷോർട്ട് ടേം സൈഡ് എഫക്ട്സും ലോങ് ടേം സൈഡ് എഫക്ട്സും ഉണ്ട്.